സ്മാർട്ട് പ്ലഗ് ആണ് 16 ആംപിയറിൻ്റെ. അപ്പോൾ ഇത് ഓണാക്കിയിട്ട് ഓണാവുന്നില്ല. അതിനൊരു സ്മെല്ലും ഉണ്ടായിരുന്നു ചെറുതായിട്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇത് അഴിക്കേണ്ടത് ജസ്റ്റ് ഈ കവർ നമുക്ക് സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് ജസ്റ്റ് തിക്കിക്കഴിഞ്ഞാൽ ഇത് അഴിഞ്ഞു വരും. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ ഒരു സ്ക്രൂ, സ്റ്റാറിൻ്റെ സ്ക്രൂ ഇതൊന്ന് അഴിക്കുക. അപ്പോൾ ഈ ഒരു മൗത്ത് അഴിഞ്ഞു വരും. ഓക്കെ, ജസ്റ്റ് ഞാനിപ്പോൾ അത് കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നമുക്ക് അഴിക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ഇത് അഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ ഒരു 2 സോൾഡറിങ്, ഇത് സോൾഡറിങ് ആണ്. ഇതിൻ്റെ അടിയിൽ സ്ക്രൂ ഇതിലേക്ക് സോൾഡർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് രണ്ടും ഡീസോൾഡർ ചെയ്യുക. അതിനുശേഷം ഈ ഒരു F1 കൊണ്ട് ഇവിടെ ഒരു ഫ്യൂസ് കാണുന്നുണ്ട്. ഓക്കെ, ഇതൊരു റെസിസ്റ്ററാണ് 10 ohmൻ്റെ. അപ്പോൾ ഈ ഒരു റെസിസ്റ്റർ ഒന്ന് റീപ്ലേസ് ചെയ്യണം. അതിന് മുമ്പായിട്ട് ഈ ഒരു MOV ഷോർട്ടായിട്ടുണ്ടോ നോക്കുക. ഇത് എൻ്റെ കേസിൽ ഇത് ഷോർട്ടായിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഈ ഒരു കാണുന്ന ഡയോഡ് ഇതൊരു SMD ഡയോഡായിരുന്നു. അപ്പോൾ ഞാൻ റീപ്ലേസ് ചെയ്തിട്ട് നോർമൽ ഡയോഡുമായിട്ട് നമ്മുടെ ഒരു 1N4007 എന്നുള്ള ആ ഒരു ഇതിലേക്ക് ഇത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഡയോഡ് ഷോർട്ടായ കാരണം ഈ ഫ്യൂസ് ഓപ്പൺ ആയി പോയതായിരുന്നു. അപ്പോൾ ഈ റെസിസ്റ്റർ ഓപ്പൺ ആയി. അതായിരുന്നു ഇത് വർക്കാവാത്ത കംപ്ലൈൻറ്റ്. ഓക്കെ, ജസ്റ്റ് അപ്പോൾ ഇത് മുമ്പ് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാവർക്കും സിമ്പിളായി ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ഇത് നമുക്ക് എന്താ പറയുക, വെറുതെ ഇടേണ്ട കാര്യമില്ല. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ.